പാലക്കാട് വാളയാറിൽ മോഷണക്കുറ്റം ആരോപിച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അട്ടപ്പളം സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 9 ആയി. പാലക്കാട് വാളയാറിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണന്റെ കൊലപാതക കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നുണ്ട്. അട്ടപ്പളം സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇപ്പോൾ 9 ആയിട്ടുണ്ട്. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെയായിരുന്നു പാലക്കാട് വാളയാറിൽ സംഭവിച്ചിരുന്നത്. ക്രൂരമായ ഒരു ആക്രമണമായിരുന്നു ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണന് നേരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 9 പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 15ലധികം ആളുകളാണ് ഇയാളെ ആൾക്കൂട്ട ആക്രമണത്തിനിരയാക്കിയതായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. അതിൽ 9 പേർ BJP അനുഭാവികളാണ് എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ജില്ലാ ഭരണകൂടം ഇയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാമെന്നൊരു വാഗ്ദാനം കൊടുത്തതിന് ശേഷമാണ് രാംനാരായണന്റെ മൃതദേഹം കുടുംബം വരെ ഏറ്റെടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അന്വേഷണം പുരോഗമിച്ചതോടെ 9 പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വിവരമാണ് എത്തുന്നത്. ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അട്ടപ്പളം സ്വദേശിയാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതികളിൽ പലരും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 9 ആയിട്ടുണ്ട്. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണന്റെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്.